മോർണിംഗ് ഗഡിയോളെ. അപ്പം നമ്മൾ നേരെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കൊച്ചിക്ക്. ഇത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം അഹങ്കാരം, വടക്കുംനാഥൻ ടെമ്പിള്. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമ്മൾ കൊച്ചിയിലേക്കുള്ള വണ്ടി 6 മണിക്കൊരു വണ്ടിയുണ്ട് പാലക്കാട് നിന്നുള്ളത്. അപ്പോൾ അതിൽ പോകാനുള്ള പ്ലാനിലാണ് നിൽക്കണം. എടപ്പള്ളിയിൽ നമ്മൾ ബസ് ഇറങ്ങി. ഇത് എടപ്പള്ളി പള്ളി. ഇനി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ കയറാനുള്ള പ്ലാനിങ്ങിലാണ്. ഒരു യാത്ര തുടങ്ങാണല്ലോ, അപ്പോൾ ദൈവത്തെ വിളിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മളൊരു യൂബർ ബുക്ക് ചെയ്തു. ഇനി ലക്ഷദ്വീപ് വാർഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റാണ് കാണിക്കുന്നത്. ഇവിടെ പുറത്തുള്ള സെക്യൂരിറ്റിക്ക് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ഡയറക്റ്റ് എൻട്രി കിട്ടി മുകളിലേക്ക്. അപ്പം നമ്മൾ വാർഫിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരണത്. അത് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. അതുകൂടാണ്ട് നമ്മുടെ ഒരു ടാഗ് നമുക്കുള്ളും പിന്നെ ലഗേജ് ബാഗും ഇടാനുള്ള ടാഗും തന്നു. കൂടെ അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളിനി നേരെ ചെക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടിക്കറ്റിൽ സീലടിച്ച് തരും. ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല, അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇത് സീലൊക്കെ അടിച്ച് കിട്ടി. പുള്ളിക്ക് കയറി ലഗേജിൻ്റെ സ്കാനിങ് കഴിഞ്ഞു. ലഗേജ് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ കൂടെ പോകാനുള്ളവരാണ്. ഇവിടെ 2-3 കപ്പലുകളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ കപ്പൽ അങ്ങ് അപ്പുറത്ത് എവിടെയാണ് കിടക്കണം. അപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറാൻ പോകണം. ലഗേജ് പോകുന്ന വണ്ടി ഇത് ലഗേജ് അതിൽ കയറ്റി വിടണം. അപ്പോൾ അതേ ബസ്സിൽ കയറി. ഈ ബസ് നേരെ കപ്പലിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. പോർട്ടിലേക്ക് എത്തി. അതേ നമ്മുടെ ഷിപ്പ്. അപ്പം നമ്മളങ്ങനെ കൊച്ചിൻ പോർട്ടിൻ്റെ ഉള്ളിലെത്തി. കപ്പൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ കപ്പൽ, MV കവരത്തി. അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പലാണ്. ഇത് തൊട്ടടുത്ത് കിടക്കുന്ന ബസ്സിൻ്റെ വലിപ്പം കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ കപ്പലിലാണ് ഇനി അടുത്ത 4 ദിവസം.
അപ്പോൾ കടിയോളെ ഇത് നമ്മൾ കപ്പലിലേക്ക് കയറാട്ടാ. ഇനി ഫുള്ള് കപ്പലിലാണ് ബാക്കി കളികൾ. ഇതാണ് യാസിർ, ഈ ടോട്ടൽ ട്രിപ്പിൻ്റെ ഇൻചാർജ് ആണ് ആള്. ആള് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. After 1 o'clock, we'll make announcement for your lunch. And attention tourists. Or attention tourist passengers. മലയാളത്തിൽ പറയാം. You ask English question. I reply English answer. Please. Lunch time for passengers. So that time announcement will come. Attention passengers. Your lunch is ready in first class and second class complete. उस टाइम आप लोग नहीं आना है. This is Akbar and Asad. This is Asad. ये दोनों भी मेरा साथ में हमारा साथ. Yeah. So my cabin number is 448. 448. वो fourth deck पे middle. Fourth deck पे middle. Any time for anything you can come and approach me. Within the system, I am always with you. Then ship में total 700 passengers. So this is the only ID you can identify your tourists. So always here is that. Their immigration passes in the deck office immediately. I repeat, all the crew members please submit their immigration passes in the deck office immediately. Thank you. And hospital in third deck. उधर आकर बोला है मुझे मिलना है. They will make announcement or they will contact me to PH. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ മുകളിലെത്തി. റൂമിലോട്ട് ബാഗൊക്കെ വെച്ചു. എന്നിട്ട് വെറുതെ പുറത്ത് കുറച്ച് കപ്പലിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരു കപ്പൽ ഇങ്ങനെ പോകണ്ട അവിടെ. നമ്മൾ 5th ഡെക്കിലാണ് കിട്ടിയിരിക്കുന്നത്, 5ാമത്തെ നിലയിൽ. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടുള്ള കുറേ വീഡിയോസിലൊന്നും ഇതില്ല. അപ്പോൾ പതുക്കെ നമുക്ക് റൂമിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളത് കാണാം. പിന്നെ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ, ഒരു ഡോറ്, രണ്ടാമത്തെ ഡോറ്. ഇങ്ങനെ ക്യാബിനിൽ കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ റൂമുകളാണ്. എല്ലാത്തിനും റൂം നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഫോർമേഷൻ ഉണ്ട്. ഹോസ്പിറ്റൽ താഴത്തേക്കാണ്, ഫസ്റ്റ് ക്ലാസ് കാറ്റഗറി താഴത്തേക്കാണ്. റൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. താഴത്തേക്ക് പോകാനുള്ളത് ലൈഫ് ബോട്ട് എവിടെയാണെന്നുള്ളതിൻ്റെ ആക്ഷൻ താഴത്തേക്കാണ്. അങ്ങനെ നടന്ന് നമ്മൾ 554, ഇതാണ് നമ്മുടെ റൂം. റൂം തുറന്ന ഡബിൾ ടക്ക്. ഒരു വാൾ ഡോറുണ്ട്, 2 ചെയറ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കട്ടില്. പ്ലഗ് പോയിന്റ് നമ്മുടെ സാധാരണ പ്ലഗ് പോയിന്റ് തന്നെയാണ്, വലിയ പ്രശ്നം വന്നില്ല. ഞാൻ വന്നാലും മറ്റേ ട്രാവൽ അഡാപ്റ്റർ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല. പുറത്തേക്കൊരു വ്യൂ, ഒരു വിൻഡോ ഒക്കെ ഉണ്ട്, പക്ഷേ നിറച്ച് പൊടിയാണ്, കറക്റ്റ് വ്യൂ ഒന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 2 ചെയറ്, ഒരു ടേബിള്, ഫാനുണ്ട്, അതുകൂടാണ്ട് AC ഉണ്ട്. പിന്നെ അത് ഉള്ളിൽ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുക പോലും വേണ്ട. പടായാന്ന് പറഞ്ഞിട്ട് വെള്ളം വരും. പിന്നെ ഇത് വന്നിട്ട് ഫുൾ AC ആണ്.
പിന്നെ അനൗൺസ്മെൻറ്റ് നമുക്ക് ഇതിൽ കൂടെയാണ് കേൾക്കുക. ഇതൊക്കെയാണ് റൂമിലുള്ള സാധനങ്ങൾ. ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ, കണ്ണാടിയിൽ ഞാൻ ഇനി നമ്മുടെ ബാത്റൂം ഉണ്ട്. ഇതാണ് ബാത്റൂം. ഇങ്ങോട്ടാണ് തുറക്കേണ്ടത്. അപ്പോൾ കുളിക്കാനുള്ള സ്ഥലം, ഷവർ സാധനങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ്, ഒരു വാഷ് ബേസിൻ, ഒരു കണ്ണാടി. ചുള്ളനുണ്ടല്ലോ. ഇതൊക്കെയാണ് ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമുക്കിത് ഒരു കേസ് വാട്ടർ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വാൾ ഡോർ ഉണ്ട് നമുക്ക്. എൻ്റെ മോഡൽ ലൈഫ് ജാക്കറ്റ് എവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് ഇപ്പോഴത്തെ കളിയിൽ പറഞ്ഞിട്ടുണ്ട്. കമരത്തിയുടെ പേരൊക്കെ അടിച്ചിട്ടുള്ള സെറ്റ് സാധനമുണ്ട്. വാൾ ഡോർ നമുക്ക് സാധനങ്ങൾ വെക്കാം. നമ്മൾ പോകുമ്പോൾ ഇത് പൂട്ടാനൊരു ലോക്ക് തരുന്നതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അത് താഴത്തെ ഫ്ലോറിൽ പോയിട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും സോപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ്, സോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ജഗ് ഇട്ടിരിക്കുന്നുണ്ട്, കാലിയാണ്. ഗ്ലാസ് ഇല്ലല്ലോ ഇപ്പോൾ ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ് റൂമിൻ്റെ വിശേഷങ്ങൾ. ഇത് ഒരെണ്ണം മുകളിൽ, ഒരാൾക്ക് മുകളിലും ഒരാൾക്ക് താഴത്തും കിടക്കാനുള്ള സെറ്റപ്പ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്ലാസ്. ഇതിൽ വന്നിട്ട് നമുക്ക് 4 ബെഡാണ് ഉണ്ടാവുക. 1, 2, 3, 4 ബെഡ്, ക്യാബിന്, ബാക്കിയുള്ളതൊക്കെ സെയിം അതുപോലെ തന്നെ. സെക്കൻഡ് ക്ലാസ് 2 പേർക്കുള്ള വ്യൂറോടെ 2 പേർക്കുള്ള വ്യൂറോട്ട്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതാണ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ റോ. ഇത് വന്നിട്ട് 3rd ഫ്ലോറിലാണുള്ളത്. ഇതാണ് നമ്മുടെ 3rd ക്ലാസ്. ട്രെയിൻ പോലെ. Recreation Saloon. ഇവിടെയാണ് നമുക്ക് കൊണ്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എല്ലാവരും പോകുന്ന സ്ഥലം.
ക്യാരംസ് ഉണ്ട്. ഒരു നല്ല ക്ലാസിക് സെറ്റപ്പാണ്. ഫ്രണ്ട് വ്യൂ ഏറ്റവും മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ റൂം, ഫസ്റ്റ് ക്ലാസ്. ഇപ്പോൾ ഇത് 1, 2, 3, 4, 5 മറ്റേ 2 പാസഞ്ചറുള്ള റൂംസുകൾ. അത് കഴിഞ്ഞ് സെക്കൻഡ് ക്ലാസ് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വീണ്ടും ഇൻഫർമേഷൻ സെൻറ്റർ, ബംഗ്ലാസ് 2 എണ്ണം 3 എണ്ണം. ഇതാണ് ഇവിടെ ഏറ്റവും താഴത്തെ ഫ്ലോർ. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ലഗേജിൻ്റെ റൂമുണ്ട്. ഇതാണ് കപ്പലിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കഫ്റ്റേരിയ. ഇവിടെ വെജ് കഴിക്കുന്നവർക്കുള്ള സെക്ഷൻ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ വെജ് എല്ലാ ഫുഡുകളും ഇവിടെയാണ് കിട്ടുക. സെൻട്രലിലുള്ളത് ഷിപ്പിലെ മെമ്പേഴ്സിന് കഴിക്കാനുള്ള ഇതാണ്, ക്യാപ്റ്റനൊക്കെ കഴിക്കാൻ. ഇതാണ് നോൺ വെജ് കഴിക്കാനുള്ള സ്ഥലം. നോൺ വെജ് ഈ സെക്ഷനിലാണ്, ഇപ്പുറത്താണ്. 2 ഡോറാണ് അതിന്. ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ബ്രിഡ്ജ്. നമ്മൾ പൈലറ്റ് ഹൗസ്, വീൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ കപ്പിത്താൻ്റെ മുറി, കപ്പൽ ഓടിക്കുന്ന സ്ഥലം. റഡാറിൽ നോക്കുന്ന സമയത്തല്ലാണ്ടൊക്കെ നമ്മൾ ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്നത് ഇവിടെയായിരിക്കും. ഇതിൽ കൂടെ ആയിരിക്കും അവർ വാച്ച് ചെയ്യുന്നത്. ഇതാണ് ആളുടെ സീറ്റ്. അതിൻ്റെ മുകളിലേക്ക് ഒരു നിലവണ്ടിയുണ്ട്. പക്ഷേ നമുക്കാർക്കും എൻട്രി ഇല്ല. കയറൊക്കെ കെട്ടി വച്ചിരിക്കുകയാണ്. നമുക്ക് വന്ന് ഇവിടേക്കൊക്കെ എൻട്രി ഫ്രീ ആണ്. നമുക്ക് സുഖമായിട്ട് കയറി വരാം. ഇപ്പോൾ ഫസ്റ്റ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. സുഗമവുമായ യാത്രയ്ക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഉറപ്പായ ടിക്കറ്റുമായി മാത്രം യാത്ര ചെയ്യുക. ടിക്കറ്റ് ഇല്ലാതെയോ വെയിറ്റിംഗ് ടിക്കറ്റായോ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. ഇത്തരക്കാർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രസ്തുത വോയേജിലെ ഏറ്റവും കൂടിയ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ടിക്കറ്റിന്റെ അങ്ങനെ നടന്ന് നമ്മുടെ കപ്പലിൻ്റെ ഹെലിപ്പാഡ് കണ്ടുപിടിച്ചു. അതാണ് കവരത്തിയുടെ ഹെലിപ്പാഡ്. ടഗ് ബോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ പുറപ്പെടുമെന്ന് വിചാരിക്കാം. നമ്മുടെ കോടിൻ്റെ സൈഡിൽ കുറേ കയറുകളൊക്കെ കഴിച്ചു. ഇവിടെ 2 കയറോണിയും കാണാനുണ്ട്. വണ്ടി അടിക്കുന്നതോട് കൂടിയിട്ട് കപ്പൽ
കപ്പൽ മൂവ് ചെയ്യും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ പോർട്ടായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എടുത്തു. കപ്പൽ പതുക്കെ നീങ്ങുന്നതായിരിക്കും. സർവശക്തി എടുത്തിട്ട് ആഞ്ഞു വലിക്കട്ടെ രണ്ടും കൂടിയിട്ട്. കപ്പൽ കുറച്ച് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ പ്രൊപ്പറർ സ്റ്റാർട്ടായി. കപ്പലിൻ്റെ ഏറ്റവും ബാക്കിലെ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് കപ്പൽ കിടന്നിരുന്നത്? ഇത് ഇത്ര അധികം അങ്ങോട്ട് നീങ്ങി. കപ്പലിൽ നിൽക്കുമ്പോൾ വല്ലാണ്ട് നമുക്ക് നീങ്ങിയതൊന്നും തോന്നിയില്ലെങ്കിലും ഈ സൈഡിൽ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തോരം ശക്തിയോടെയാണ് ആ 2 ബോട്ടുകൾ വലിച്ചിട്ട് കപ്പൽ നീക്കിയെന്നുള്ളത്. അപ്പോൾ ബോട്ട് കറക്റ്റ് പോകാനുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പലിൻ്റെ തൊട്ടുമുമ്പിൽ നടന്ന കപ്പലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മൂവായി തുടങ്ങി. എന്നിട്ട് കിടക്കണം കണ്ടപ്പോൾ നോക്കിയേ. പാട പതുക്കെ സ്പീഡായി തുടങ്ങിയിട്ടുണ്ട്. ചായക്കെല്ലാം അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ പോയി ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ 4 മണി ചായ വിത്ത് 2 ബിസ്ക്കറ്റ്. ചായ ഉണ്ട്, കോഫി ഉണ്ട്. അപ്പം ഞാൻ കോഫിയാണ് എടുത്തത്. Samudram is a 5 days package covering 3 islands, Kavaratti, Kalpeni, Miriko. ടോട്ടൽ നമ്മുടെ പാക്കേജിനെ കുറിച്ചിട്ടും അതുപോലെ കപ്പലിൻ്റെ ഉള്ള എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് സെക്ഷനാണ് നടക്കുന്നത്. So
കപ്പൽ വെള്ളം കയറി തീ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഫുള്ള് പറഞ്ഞു തരുന്നത്. कैबिन में जाकर आपका कैबिन में 2 लाइफ जैकेट, ये 2, ये शिप का इमरजेंसी पर्पस के लिए है, ये हमारा टूर पैकेज। तो अभी के लिए हमको ये चलेगा, इसमें कॉन्सेंट्रेट करना है। ये ऐसा छोड़ दो, ये लेके नहीं आना। ये आपका शर्ट की तरह आपका ये 5 डेज आपका साथ में होना चाहिए। वही डिसम्बार्केशन आइलैंड में उतरने का टाइम और उधर आप वाटर स्पोर्ट्स के लिए जाएगा, उस टाइम सभी टाइम आपको ये यूज करना पड़ेगा। और आपको किसी को होगा पानी पे डर, जरूरत नहीं है। अभी तक कोचिन का एरिया पे इधर वो डर छोड़ कर आना, बिकॉज लक्षद्वीप में आप इतना पैसा लेकर आया है, उसमें उधर क्या है कि वाटर स्पोर्ट्स मींस सी एंड बीचेस और दूसरा कुछ नहीं। तो सी पे डर है तो आप लोग आने का जरूरत। പാക്കേജിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ ഏതൊക്കെ ഐലൻഡിലാണ് പോണത്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് ആക്ടിവിറ്റീസ് ഉള്ളത്, അവിടുത്തെ ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിന്നറിനുള്ള ടൈമായി. ഡിന്നർ അനൗൺസ്മെൻറ്റ് വന്നു, ഭക്ഷണം വയ്ക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. വിത്ത് സൂപ്പൊക്കെ ഉണ്ട്. രാത്രിയുടെ ഭംഗിയിൽ എംവി കവരത്തി നടുക്കടലിൽ എവിടെയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. തിരിച്ച് റൂമിലെത്തി. റൂമിലെ വിൻഡോ കൂടെ അങ്ങനെ കടൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ കവരത്തിയിലെത്തും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി ക്ലോസ് ചെയ്യാണ്. അപ്പോൾ see you guys. Good night.